ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അപ്പം തയ്യാറാക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കാം. അതേ അളവിൽ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു ഏലക്കയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർക്കാം. ഇനി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് വേണം ചേർക്കാനായിട്ട്, കാരണം ഇതിൽ മണ്ണുണ്ടാവും. അത് ചൂടോടുകൂടി തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് നേരത്തേക്കൊന്ന് അടിച്ചെടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തു. ഈ ഒരു പരുവത്തിലാണുള്ളത്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. കുറച്ച് കാഷ്നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് റേസിൻസും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുത്തതിന് ശേഷം കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം. അവസാനം നമുക്ക് അപ്പത്തിൻ്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രം മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇപ്പം നല്ലതുപോലെ ചൂടായിട്ടാണുള്ളത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. അപ്പോഴേക്കും ഇതൊന്ന് സെറ്റാവും. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നട്ട്സ് കുറേശ്ശായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നട്ട്സ് വെച്ചതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ മൊത്തം ഒരു 15 മിനിറ്റ് എടുക്കും. 15 മുതൽ 20 മിനിറ്റ് ആവും നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ നടുക്കായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. ഇതുപോലെ ഒട്ടാതെ കിട്ടണം. അതുപോലെ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ നമുക്ക് അപ്പം റെഡിയായോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു കണക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. തണുത്തതിന് ശേഷം പതുക്കെ ആദ്യം ഈ സൈഡൊക്കെ ഒന്ന് വിടിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടിട്ടും. ചൂടോട് കൂടി തന്നെ ആകുമ്പോൾ കുറച്ച് പാടായിരിക്കും എടുക്കാനായിട്ട്. നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇത് നമുക്കൊരു പ്ലേറ്റേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണത്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റവ കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ആറോട് കൂടിയിട്ടുള്ള അപ്പമാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്